ഹായ് ഗൈസ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബേസിക്കലി ടാറ്റ ടിയാഗോ EV റിലേറ്റഡ് ആയിട്ട് ചില ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്സിലറി ബാറ്ററി ഡ്രെയിൻ. അഥവാ വണ്ടി കുറച്ച് നാൾ ഉപയോഗിക്കാതെ കിടന്നാൽ അതിൻ്റെ ഓക്സിലറി ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എന്നിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാകാതെ വരും. ഓക്സിലറി ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ള ചെറിയ ബാറ്ററിയാണ്. അപ്പം ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ ചാർജ് നിലനിർത്താൻ ഞാൻ ടാറ്റയുടെ ടെക്നീഷ്യനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ സജഷൻ ഇതാണ്. ബേസിക്കലി വണ്ടി ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് റെഡി ടു ഡ്രൈവ് മോഡിൽ, ഈ മോഡിൽ റെഡി ടു ഡ്രൈവ് മോഡിൽ നമ്മൾ ബേസിക്കലി വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു മോഡ് തന്നെ. ഈ മോഡിൽ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വണ്ടി ഓണായി കിടക്കണം. അപ്പോൾ ഈ ഓക്സിലറി ബാറ്ററി, ഈ ഫ്രണ്ടിലെ ചെറിയ ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ബാറ്ററി ബേസിക്കലി ചാർജ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ചാർജ് നിലനിന്നാൽ മാത്രമേ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽസ് വർക്ക് ചെയ്യത്തുള്ളൂ, ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിങ് ദ വെഹിക്കിൾ. അപ്പോൾ അതറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വെഹിക്കിൾ സ്റ്റാർട്ടാകുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഫാസ്റ്റ് ചാർജിങ് ചെയ്തതിന് ശേഷം വീട്ടിൽ ഒരു 7.2 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് ഫിനിഷ് ആയപ്പോൾ ഞാനത് ഗണ്ണൂരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഡിസ്പ്ലേ കുറച്ച് നേരത്തേക്ക് വരും. ഒരു 5-6 സെക്കൻഡ് വന്നിട്ട് കംപ്ലീറ്റ് വണ്ടി അങ്ങ് ഓഫായി പോകും. ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആവും, ഓഫാവും. അങ്ങനെ 2-3 തവണ ട്രൈ ചെയ്ത് വണ്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ അതിന് ഞാൻ പിന്നെ ടാറ്റയുടെ സർവീസിൽ വിളിച്ചു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഡിസ്കണക്ട് ചെയ്തിടുക. അപ്പോൾ അതിന് വേണ്ടി ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ വേണ്ടി വന്നു. കാരണം വണ്ടിക്കകത്തുള്ള സ്പാനർ യൂസ്ഫുൾ അല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് മൊത്തത്തിൽ അഴിക്കണ്ട. ഇവിടെ ഈ പോയിൻ്റ് ഇതൊന്ന് അഴിച്ചിട്ട് റിലീസ് ചെയ്ത് വിട്ടാൽ മതി. റിലീസ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തിരിച്ച് ഇത് ഫിക്സ് ചെയ്തിട്ട് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി റീസെറ്റ് ആവും. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, കംപ്ലൈൻറ്റ് പോയി. പക്ഷേ ഓഫ് കോഴ്സ് ബാക്കി എല്ലാം റീസെറ്റ് ആവും, ഇൻക്ലൂഡിങ് ദ ടൈം. ക്ലോക്ക് വരെ റീസെറ്റായി പോയി. പിന്നെ അത് തിരിച്ച് ടൈം റീസെറ്റ് ചെയ്യേണ്ട വന്നു. എന്നാലും വണ്ടി സ്റ്റാർട്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി വണ്ടി സ്റ്റാർട്ടാവാതെ വരുമല്ലോ ആണെങ്കിൽ ഇതൊരു പോസിബിൾ സൊല്യൂഷനാണ്. എല്ലാ കേസിലും ഇത് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ കരുതുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഇങ്ങനത്തെ എമർജൻസീസ് വന്നാൽ ബാറ്ററിയൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് റീകണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം വേണ്ടി വരും. ഫേസ് ചെയ്തത് TPMS ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ പ്രഷർ, ഏതോ ഒരു ടയറിൻ്റെ പ്രഷർ കുറവായിരുന്നു. പിന്നെ TPMSൻ്റെ അലേർട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ വരും. ഒരു മഞ്ഞ എംബ്ലമാണ് മേളിൽ വരും. ഒരു മഞ്ഞ എംബ്ലം വിത്ത് ടയറിൻ്റെ ഒരു സിമ്പിളും. അതിങ്ങനെ ബ്ലിങ്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല. ടയറിനെ തിരിച്ച് കാറ്റ് കയറ്റിയതിന് ശേഷവും ആ സിമ്പിൾ അവിടെ കിടന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ടും ടയറിന് കാറ്റടിച്ചിട്ടും ഈ സിമ്പിൾ ഡിസപ്പിയർ ആവുന്നില്ല. അപ്പോൾ പിന്നെ അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ കാണുന്ന 2 ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് ഒരു 10 സെക്കൻഡോളം പ്രസ് ചെയ്യുമ്പം ഈ TPMSൻ്റെ ഇത് റീസെറ്റ് ആവും. അപ്പോൾ അതാണ് അവർ ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഈ 2 ബട്ടൺ ഒരുമിച്ച് ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ TPMS റീസെറ്റ് ആവും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതാണ് അതിൻ്റെ ഫുൾ ഫോം, TPMS എന്ന് പറയുന്നത്. അത് റീസെറ്റ് ആകുമ്പോൾ ഇവിടെ കാണുന്ന ഈ യെല്ലോ ടയറിൻ്റെ ആ സിമ്പിൾ അതങ്ങ് ഡിസപ്പിയർ ആവും. അതൊരു ടിപ്പ്. അത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ന്യൂട്രൽ മോഡ് വീഴുക. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് മോഡിൽ നിന്ന് നേരെ ന്യൂട്രൽ മോഡിലോട്ട് പോകും. പിന്നെ എന്ത് ചെയ്താലും വണ്ടി നീങ്ങത്തില്ല, വണ്ടി ഈ ന്യൂട്രലിൽ തന്നെ കിടക്കും. അങ്ങനെ ചിലപ്പം ട്രാഫിക്കിലൊക്കെ നമ്മൾ സ്റ്റക്കായി കിടക്കുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഓഫ് ചെയ്തേച്ച് വീണ്ടും ഓൺ ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും കയറ്റത്തിലൊക്കെ ആണെങ്കിൽ ഉടനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടോണം. വണ്ടിക്ക് പാർക്കിംഗ് ബ്രേക്ക് അല്ലാതെ ന്യൂട്രലിൽ ഇട്ടുകൊണ്ട് വണ്ടി സ്റ്റേബിൾ ആകത്തില്ല. പാർക്കിംഗ് ബ്രേക്ക് ഇട്ടാലേ വണ്ടി നിൽക്കത്തുള്ളൂ. എവിടെയെങ്കിലും കയറ്റത്തിൽ ന്യൂട്രലിൽ വീഴുകയാണെങ്കിൽ ഉടനെ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടിട്ട് വേണം വണ്ടി ഓഫ് ചെയ്തേച്ച് റീസ്റ്റാർട്ട് ചെയ്യാനും
പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വേറൊരു വിഷയം എനിക്ക് വന്നതാണ്, അത് അതിൻ്റെ ഒരു സൊല്യൂഷൻ. പിന്നെ അടുത്ത കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, അത് പലതവണ ആവർത്തിച്ച് എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന ഇഷ്യൂ ആണ് ഈ ചാർജിങ് ഗണ്ണ് സ്റ്റക്കാവുക. അപ്പം ചാർജിങ്ങിനെ കുത്തിയിട്ടു, ചാർജിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഇവിടെയുള്ള ഈ ചാർജിങ് ഗൺ റിലീസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് പുറകെ ചെന്ന് ചാർജിങ് ഗൺ റിലീസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് റിലീസ് ആകത്തില്ല. അതിനുള്ള സൊല്യൂഷൻ ഓൾറെഡി പലരും ഷെയർ ചെയ്തതായിരിക്കും, എന്നാലും ഞാനൊന്ന് ഇതിൻ്റെ അടിയിൽ ഒരു നോബുണ്ട്, ഈ ചാർജിങ് ലിഡിൻ്റെ അടിയിൽ ടയറിൻ്റെ മുകളിലായിട്ട് ഉണ്ട്. ഈ നോബ് ഇതൊന്ന് തിരിച്ചു കൊടുക്കും. ഇത് തിരിക്കുമ്പോൾ ഈ ഗൺ റിലീസാവും, അതിൻ്റെ ലോക്ക് റിലീസാവും. അതാണ് അതിൻ്റെ ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ നോബ്. അടുത്ത ഇഷ്യൂ ഫേസ് ചെയ്തെന്ന് പറയുന്നത്, വണ്ടി റീജനറേഷൻ മോഡ് 3-ലോ 2-ലോ ഒക്കെ ഇട്ടേക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും വണ്ടി ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ബ്രേക്ക് ആക്ടിവേറ്റ് ആവുമെന്ന്. പലതവണ ബ്രേക്ക് ആക്ടിവേറ്റ് കുറച്ച് നേരമായിട്ട് പെട്ടെന്ന് അങ്ങ് റിലീസാവും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലെ വണ്ടിയായിട്ട് നമ്മൾ ഇടിക്കും. നമ്മൾ വിചാരിക്കും റീജനറേഷൻ ബ്രേക്കിംഗ് കൊണ്ട് വണ്ടി സ്ലോ ആവും, നിൽക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചില സമയത്ത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ബഗ് ആയിരിക്കും, അത് പെട്ടെന്ന് അതങ്ങ് റിലീസാവും. റീജനറേഷൻ 0 ആകുന്നതിന് തുല്യം ഓഫാവും. അപ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് സ്പീഡിൽ ഫ്രണ്ടിലോട്ട് കുതിക്കും. അപ്പം ഫ്രണ്ടിലെ വണ്ടിയായിട്ട് നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കണം ഈ റീജൻ മോഡ് ഇടുകയാണെങ്കിൽ. ബ്രേക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. നമ്മൾ ചിലപ്പം വളരെ ക്ലോസ് ആയിട്ടൊക്കെ ഓടിക്കുമ്പോഴായിരിക്കും ഈ റീജൻ ഇനാക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. പലതവണ എനിക്ക് ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. പിന്നെ ജാക്കിൻ്റെ ലൊക്കേഷൻ, അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഈ ഡ്രൈവർ സീറ്റിൻ്റെ കീഴിലാണ് അവർ ജാക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ജാക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില ആക്സസറീസ് ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി മേടിച്ചത്, ഈ ആംറെസ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. അത്യാവശ്യം ഇതൊരു മിസ്സിങ് ഫീച്ചർ എന്ന് വേണേൽ പറയാം. ഇത് ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ആംറെസ്റ്റ്. പിന്നുള്ളൊരു എന്ന് പറയുന്നത് ഓർത്തോപെഡിക് ബാക്ക് റെസ്റ്റ്. ഇത് ഈ ടിയാഗോ EV ഓടിച്ചതിന് ശേഷം എനിക്ക് നടുവേനയുടെ ഇഷ്യൂസ് വന്നു, നടുവും കഴുത്തുവേനയൊക്കെ. അപ്പോൾ ഇത് ഒട്ടും എർഗണോമിക് അല്ല ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു ബാക്ക് റെസ്റ്റ് ഞാൻ മേടിച്ചത്. അതുകൂടാതെ ഈ ഫ്രിഡോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് തോന്നുന്നത്. ഓക്കെ, നെക്ക് റെസ്റ്റ് ഫ്രിഡോയുടെയാണ്. ഇതും ഓർത്തോപെഡിക് ബാക്ക് റെസ്റ്റ്. രണ്ടും വളരെ ഹെൽപ്ഫുള്ളാണ് നടുവേനയൊക്കെ അവോയ്ഡ് ചെയ്യാനും. ലോങ് ജേർണിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അഫ്കോഴ്സ് ഷോർട്ട് ജേർണി ആണെങ്കിൽ വിഷയമില്ല, പക്ഷേ ലോങ് ജേർണിക്കൊക്കെ നടുവിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് ഓർത്തോപെഡിക് അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ അത്ര എർഗണോമിക് അല്ല. പിന്നുള്ളത് നിർബന്ധമായിട്ടും ഒരു വേണ്ടിയ ആക്സസറി ഇന്നത്തെ കാലത്ത് വേണമെന്ന് പറയുന്നത് ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം. അപ്പോൾ അത് ഞാൻ 70 mAh എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. അത് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. നേരെ നമ്മുടെ ഇതിൻ്റെ വയറിംഗ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. സൈഡിൽ കൂടെ നമ്മളെടുത്ത്, അല്ലാതെ ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, അല്ലാതെ വയറൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലെ USB സിഗരറ്റിൻ്റെ പോർട്ടിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് നിമിഷം നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ഫുൾ ടൈം ഇതിൽ കണക്റ്റഡ് ആയിരിക്കും. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ അത് എപ്പോഴും റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി നടക്കും. ബാക്കിലും ഇതുപോലൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും വയറിങ് സൈഡിൽ കൂടെ, ഡോറിൻ്റെ സൈഡിൽ കൂടെ ഇതിൻ്റെ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ട്. ഡോറിൻ്റെ സൈഡിൽ കൂടെ എടുത്ത് ബാക്കിൽ കൊണ്ടുപോയി അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിർബന്ധമായിട്ടും വേണ്ടിയ ഒരു കാര്യം, പിന്നെ സ്പെയർ ടയർ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഒരു പഞ്ചർ റിപ്പയർ കിറ്റാണ്. അത് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു നല്ല പഞ്ചറൊക്കെയാണ് ഒരു റിപ്പയർ കിറ്റ് കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു സ്പെയർ ടയർ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ. അതെവിടെ വെക്കും എന്നുള്ളത് ബാക്കിൽ തന്നെ വെക്കണം, അത്രയും സ്പേസ് നഷ്ടപ്പെടും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടിയ ഒരു കാര്യം സ്പെയർ ടയർ തന്നെയാണ്. അപ്പോൾ അത് ഒരു മേജർ മിസ് ഔട്ട് എന്ന് വേണേൽ പറയാം. നമുക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇത് വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.